വെറും 30 ലക്ഷത്തിൻ്റെ അടി തടുക്കാൻ മിനിമം 40 കോടി അല്ലെങ്കിൽ ചിലപ്പോൾ 200 കോടി വരെ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ. ഏത് കൊലകൊമ്പന്മാരെയും മുട്ടുകുത്തിക്കാൻ പോകുന്ന ഈ സമവാക്യമാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തെ പ്രവചനങ്ങൾക്കതീതമാക്കുന്നത്. എങ്ങനെയാണ് ഈ എക്കണോമിക്സ് ഓഫ് വാർഫെയർ അല്ലെങ്കിൽ യുദ്ധത്തിലെ സാമ്പത്തിക ശാസ്ത്രം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ശത്രുരാജ്യങ്ങളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ പല ലോകരാജ്യങ്ങളും ഇന്ന് പ്രധാനമായും ആശ്രയിക്കുന്നത് അമേരിക്കൻ നിർമ്മിതമായ MIM 104 പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തെയാണ്. ഇതിലെ ഏറ്റവും ആധുനികമായ PAC-3 അല്ലെങ്കിൽ പാട്രിയറ്റ് അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റി 3 ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഡിഫൻസീവ് വെപ്പൺസ് അല്ലെങ്കിൽ പ്രതിരോധ ആയുധങ്ങളിലൊന്നാണ്. എന്നാൽ ഒരു തവണ ഈ മിസൈൽ തൊടുത്തുവിടാൻ ഏകദേശം 5 മില്യൺ അല്ലെങ്കിൽ 30-40 കോടി രൂപ ചെലവാകും. വരുന്നത് ചിലപ്പോൾ വെറും 15 ലക്ഷത്തിന്റെ ഡ്രോൺ ആയിരിക്കും. പക്ഷെ അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഭൂരിഭാഗം സമയത്തും 2 മിസൈലുകൾ ഒരേ സമയം വിടാറുണ്ട്. അതായത് ഒരൊറ്റ പ്രതിരോധത്തിന് 80 കോടി രൂപ. എന്താണ് ഈ വലിയ തുകക്ക് പിന്നിലെ കാരണമെന്ന് ചോദിച്ചാൽ ഈ മിസൈലുകളുടെ കോംപ്ലക്സിറ്റിയാണ്. ഒരു ഇന്റർസെപ്റ്ററിനുള്ളിൽ വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണുള്ളത്. ഹൈ പെർഫോമൻസ് റോക്കറ്റ് മോട്ടോറുകളും നൂതനമായ ഇലക്ട്രോണിക്സും ഉള്ള ഇവയെ വേറിട്ട് നിർത്തുന്നത് നിർമ്മിക്കാൻ വളരെ സങ്കീർണമായ റഡാർ സീക്കറുകളും പ്രിസിഷൻ ഗൈഡഡ് സിസ്റ്റവുമാണ്. ഇതാണ് ഓരോ നിമിഷവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെ കൃത്യമായി പിന്തുടരാൻ PAC-3യെ സഹായിക്കുന്നത്. ഒരു സമ്പൂർണ്ണ പാട്രിയറ്റ് ബാറ്ററിക്ക് എന്ന് വെച്ചാൽ റഡാറുകളും ലോഞ്ചറുകളും ഉൾപ്പെടുന്ന സിസ്റ്റത്തിന് $1.1 ബില്യൺ, ഏകദേശം 9,000 കോടി രൂപ വില വരും. ഇത്രയും സങ്കീർണമായ ഘടകങ്ങൾ വേഗത്തിൽ വൻതോതിൽ ലാർജ് സ്കെയിലിൽ നിർമ്മിക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ലോകത്ത് പ്രതിവർഷം വെറും 600 മിസൈലുകൾ മാത്രമാണ് നിർമ്മിക്കപ്പെടുന്നത്. അമേരിക്കയുടെ പ്രതിരോധ വിദഗ്ധർ ഭാവിയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ പ്രതിവർഷം 2000 ആക്കി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഓരോ എണ്ണവും നിർമ്മിച്ചെടുക്കാനെന്ന്. ഇവിടെയാണ് വലിയ സൈനിക ശേഷിയുള്ള ശത്രുക്കൾക്കെതിരെ പ്രത്യാക്രമണം നടത്തുന്ന ഇറാന്റെ തന്ത്രം വിജയം കാണുന്നത്. ഇറാൻ വികസിപ്പിച്ച ഷാഹെദ് 136 ഡ്രോണുകൾ വളരെ ലളിതമായി നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ജർമ്മൻ ചെറുവിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തെടുത്ത ഒരു ചെറിയ പിസ്റ്റൺ എഞ്ചിനാണ് ഇതിനുള്ളിലുള്ളത്. ഒരു കാടുവെട്ടി യന്ത്രത്തിന്റെ ശബ്ദത്തിൽ പറക്കുന്ന ലളിതമായ ഡ്രോണിന് ഏകദേശം 20,000 മുതൽ $40,000 വരെ അഥവാ 15-30 ലക്ഷം രൂപ മാത്രമേ നിർമ്മാണ ചെലവ് വരുന്നുള്ളൂ. ഈ സിംപ്ലിസിറ്റി തന്നെയാണ് ഇതിന്റെ മേന്മ. വലിയ ഉപരോധങ്ങൾ ഉണ്ടായാൽ പോലും ഇത്തരം ഡ്രോണുകൾ ആയിരക്കണക്കിനെണ്ണം വേഗത്തിൽ നിർമ്മിച്ചു കൂട്ടാൻ സാധിക്കും. ഉക്രൈനിലെ യുദ്ധത്തിൽ റഷ്യ ഇറാനിന്റെ ഷാഹെദ് ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ അവിടുത്തെ യുദ്ധം അനന്തമായി നീണ്ടതോടെ ഇറാന്റെ ഡിസൈൻ ടെക്നോളജി സഹായം ഉപയോഗിച്ച് റഷ്യ തന്നെ അവരുടെ രാജ്യത്തിനുള്ളിൽ പ്രാദേശികമായി ഇവ നിർമ്മിക്കാൻ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം യുദ്ധം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ വലിയ സാങ്കേതിക മികവുള്ളവരായിരിക്കും ജയിക്കുക. എന്നാൽ യുദ്ധം മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുമ്പോൾ ജയം നിർണ്ണയിക്കുന്നത് ഇൻഡസ്ട്രിയൽ സ്കെയിലിംഗ് ആണ്. ആരാണ് വേഗത്തിലും കുറഞ്ഞ ചെലവിലും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് അവർക്കാണ് മുൻതൂക്കം ലഭിക്കുക. 40 കോടിയുടെ ഒരൊറ്റ മിസൈൽ നിർമ്മിക്കാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ 100 കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിയും. ഇത് പ്രതിരോധിക്കേണ്ടി വരുന്ന രാജ്യത്തിന്റെ സ്റ്റോക്ക് പെയിൽ അല്ലെങ്കിൽ ആയുധ ശേഖരവും ഖജനാവും ഒരുപോലെ തീർന്നു തുടങ്ങും. ചുരുക്കത്തിൽ ആധുനിക കാലത്തെ യുദ്ധം എന്നത് വെറും സൈനിക ശക്തിയുടെ മാത്രം പോരാട്ടമല്ല, അത് രാജ്യങ്ങളുടെ എക്കണോമിക് എൻഡ്യൂറൻസ് അല്ലെങ്കിൽ സാമ്പത്തിക സഹിഷ്ണുതയുടെ കൂടി പരീക്ഷണമാണ്. ഒരു കൊതുകിനെ കൊല്ലാൻ ചിലവേറിയ തോക്ക് ഉപയോഗിക്കുന്നതിന് സമാനമായ അവസ്ഥയാണിപ്പോൾ. ആയിരക്കണക്കിന് വില കുറഞ്ഞ ഡ്രോണുകൾ തരംഗങ്ങളായി വരുമ്പോൾ ലോകശക്തികൾ പോലും പകച്ചു നിൽക്കുന്നതിന് പിന്നിൽ യുദ്ധത്തിലെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് പങ്കുണ്ട്. ഈ യുദ്ധത്തിൽ പലർക്കും പല പക്ഷമാകും. യുദ്ധം തുടങ്ങിയത് തന്നെ ഒരു പ്രൈമറി സ്കൂളിന് നേരെ ബോംബ് വർഷിച്ച് 160-ൽ പരം പെൺകുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ്. സെന്റിമീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ കഴിവുള്ള ഇസ്രായേലും അമേരിക്കയും അബദ്ധത്തിൽ അവിടെ ബോംബിട്ടു എന്നത് വിശ്വസിക്കാനേ പറ്റില്ല. ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ ഹമാസ് അവരെ ഹ്യൂമൻ ഷീൽഡ് ആക്കിയതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടതാണെന്ന ഇസ്രായേലി നരേറ്റീവ് ഒരു പച്ചക്കള്ളമാണെന്നും കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും മനഃപൂർവ്വമുള്ള നരഹത്യയാണ് അന്നിവിടെ നടത്തപ്പെട്ടത് എന്നും ഇറാനിലെ കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തോടുകൂടി തെളിഞ്ഞു വരികയാണ്. നെതന്യാഹു ഒരു ചോര കണ്ട അറപ്പുമാറിയ സൈക്കോപാത്താണ്. ഇസ്രായേലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി കേസിലെ ജയിൽവാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിർത്താതെ യുദ്ധം ചെയ്യേണ്ടത് അയാളുടെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് ഏത് പക്ഷത്തിന്റെ കൂടെ നിൽക്കണമെന്നതിൽ മനുഷ്യരായി പിറന്നവർക്കൊന്നും വലിയ ആശയക്കുഴപ്പമുണ്ടാവില്ല. അത് കൂടുതൽ വ്യക്തമാക്കി തരുന്നത് ഇറാനിലെയും ഗസയിലെയും കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുഴിമാടങ്ങളാണ്. എപ്സ്റ്റീൻ ഫയലുകൾക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികളുമാണ്.